ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനസ്സിൻ്റെ പ്രശാന്തമായ അവസ്ഥ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ആ പ്രശാന്തി എങ്ങനെയാണ് കിട്ടുക? അതാണ് ആർക്കും അറിയാത്തത്. വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞാൽ മനസ്സൊരിക്കലും പ്രശാന്തമാവില്ല. അത് കൂടുതൽ കൂടുതൽ വികാരാത്മകം ആവുകയേ ഉള്ളൂ. അതിനാൽ വിഷയങ്ങളെ വിട്ട് നിർവിഷയമാകുമ്പോഴാണ് മനസ്സ് പ്രശാന്തിയിൽ എത്തുക. പ്രശാന്തി എന്നാൽ ശാന്തിയുടെ പരമമായ അവസ്ഥയാണ് പ്രശാന്തി. അല്പസമയമൊക്കെ ശാന്തമാകും ഏതൊരു മനുഷ്യനും. എന്നാൽ അനന്തമായ ശാന്തിയെ അനുഭവിക്കുന്ന അവസ്ഥയാണ് പ്രശാന്തി. പ്രശാന്തിയാണ് നമുക്ക് വേണ്ടത്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ധ്യാനത്തിൽ വേരുകളാഴ്ത്തി കർമ്മ ശാഖകൾ ലോകത്തുയർത്തി ജീവിതമാകും മഹാവൃക്ഷമേവർക്കും ഏകട്ടെ ശീതളച്ഛായ. നമ്മുടെ ജീവിതത്തെ ഒരു വലിയ വൃക്ഷത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ വൃക്ഷത്തെ നിലനിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. ആ വേരെന്ന് പറയുന്നത് മനസ്സിൻ്റെ പ്രശാന്തിയാണ്. അത് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ധ്യാനം കൊണ്ടാണ്. എന്നാൽ ആഴത്തിൽ വേര് പോയാൽ മാത്രമേ ഉയരത്തിൽ വൃക്ഷം വളരുകയുള്ളൂ. കാണാൻ കഴിയാത്ത വേരുകളാണ് കാണാൻ കഴിയുന്ന പുഷ്പങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. പുഷ്പങ്ങൾ കാണാൻ അത്യന്തം സുന്ദരമാണ്. വേരുകളാവട്ടെ വികൃതവുമാണ്, അതൊട്ട് കാണുകയുമില്ല. അതുപോലെയാണ് വേരുകളെ ധ്യാനത്തിനോട് ഉപമിക്കുന്നു. മഹാവൃക്ഷമാകുന്ന ജീവിതം അത്യന്തം സുന്ദരമായി പുഷ്പിക്കണമെങ്കിൽ മനസ്സ് ധ്യാനാത്മകമാവണം. ധ്യാനാത്മകമായ മനസ്സിന് മാത്രമേ പ്രശാന്തിയെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. മനഃശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എല്ലാം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ധ്യാനാത്മകമാക്കൂ, ധ്യാനിക്കൂ എന്നാണ്. ധ്യാനിക്കൂ എന്നാൽ എന്താ? ധ്യാനം എന്നാൽ വിവേകത്തോടു കൂടിയുള്ള യാത്ര എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ വെറുതെ കണ്ണടച്ച് നേരെ നീണ്ടു നിവർന്നിരിക്കുമ്പോഴാണ് ധ്യാനമാകുന്നത്, അല്ലാത്ത സമയം ധ്യാനമല്ല എന്ന് പലരും ധരിച്ചിരിക്കുന്നു. ധ്യാനം എന്നാൽ വിവേകത്തോടു കൂടിയുള്ള യാത്ര, ധ്യാന ബുദ്ധിയുടെ യാത്ര എന്നാണ് അർത്ഥം. എന്നാൽ ബുദ്ധി ഇല്ലാതെ വികാരാത്മകമായിക്കൊണ്ട് യാത്ര ചെയ്താൽ ആ ജീവിതം പല വികടങ്ങളിലും പോയി പതിക്കുകയുള്ളൂ. വികടങ്ങളിൽ പോയി പതിക്കാതിരിക്കണമെങ്കിൽ ധ്യാനാത്മകമാകണം. അപ്പോൾ മാത്രമേ ജീവിതമാകുന്ന വൃക്ഷം സുന്ദരമായ പുഷ്പങ്ങളെ ഉണർത്തുകയുള്ളൂ. ഒരു വൃക്ഷത്തിൻ്റെ സുന്ദരമായ ഭാവം അതിൻ്റെ പൂവും ഫലങ്ങളുമാണ്. അതുണ്ടാവണമെങ്കിൽ ആഴത്തിൽ വേരുകൾ പോയാലേ ഉയരത്തിൽ വൃക്ഷം വളരുകയുള്ളൂ. നമ്മൾ ഈ കാണുന്ന വൃക്ഷങ്ങളൊക്കെ അത്യന്തം സുന്ദരമാണ്. ആ സുന്ദരമായിരിക്കുന്ന വൃക്ഷത്തെ നിലനിർത്തുന്നത് കാണാൻ കഴിയാത്ത വേരാണ്. ആ വേരിനെയാണ് ധ്യാനത്തിനോട് ഉപമിച്ചിരിക്കുന്നത്. ധ്യാനമുണ്ടെങ്കിൽ മാത്രമേ ഇലയും വൃക്ഷവും പൂത്ത് തളർത്ത് അത്യന്തം സുന്ദരമായി എല്ലാവർക്കും ശീതളച്ഛായ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ജീവിത മഹാവൃക്ഷവും അപ്രകാരം തന്നെയാണ്. അതിനാൽ എപ്പോഴും ധ്യാനാത്മകമായ ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കണം. അതാണ് ധ്യാനത്തിൽ വേരുകളാഴ്ത്തി
കർമ്മശാഖകൾ ലോകത്തുയർത്തി. നിഷ്കാമ കർമ്മം നമ്മൾ ഈ ലോകത്തിൽ ചെയ്തിരിക്കണം. അതാണ് ധ്യാനമാകുന്ന നിശബ്ദമായ ധ്യാനം. വേരിന് സമാനമാണ്. അത് ആ ധ്യാനാത്മകമായിക്കൊണ്ട് വേണം ഇവിടെ കർമ്മം ചെയ്യുവാൻ. അങ്ങനെ ധ്യാനാത്മകമായി കർമ്മം ചെയ്യുമ്പോൾ ജീവിതമാകോ മഹാവൃക്ഷമേവർക്കും, നമ്മുടെ ജീവിതമാകുന്ന മഹാവൃക്ഷം എല്ലാവർക്കും ഏകട്ട ശീതളച്ഛായ, ശീതളമായ നിഴൽ എല്ലാവർക്കും. ഒരു വൃക്ഷത്തിൻ്റെ തണുപ്പിലിരിക്കുമ്പോൾ നമുക്ക് നല്ല ശീതളിമ അനുഭവമാവില്ലേ? അതുപോലെയായിരിക്കണം നമ്മെ സമീപിക്കുന്ന എല്ലാവർക്കും. നമ്മൾ തന്നെ ചുട്ടുപരിഞ്ഞ് അസ്വസ്ഥമായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കാൻ കഴിയും? ആദ്യം നമ്മൾ സ്വസ്ഥത കൈവരിക്കുക. അപ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മുടെ സാമീപ്യം കൊണ്ട് സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ധ്യാനത്തിൽ വേരുകളാഴ്ത്തി, ധ്യാനത്തിൻ വേരുകളാഴ്ത്തി, ധ്യാനമാകുന്ന വേരുകൾ ആഴ്ത്തി കർമ്മശാഖകൾ ലോകത്തുയർത്തി. ജീവിതമാകും മഹാവൃക്ഷമേവർക്കും ഏകട്ട ശീതളച്ഛായ. എത്ര വലിയ ഒരു ഉപദേശമാണ് ഇതിലൂടെ നമുക്ക് ഉയർത്തിക്കാട്ടിത്തരുന്നത്. ഇതിനനുസരിച്ചുള്ള ഒരു ജീവിതം ഏവർക്കും സന്തോഷപ്രദമായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അതിനാൽ ഇത് നമുക്കൊരിക്കൽ കൂടി അയവിറക്കാം. ധ്യാനത്തിൻ വേരുകളാഴ്ത്തി കർമ്മ ശാഖകൾ ലോകത്തുയർത്തി. ജീവിതമാകും മഹാവൃക്ഷമേവർക്കും ഏകട്ട ശീതളച്ഛായ.